മറ്റു വാർത്തകളിലേക്ക് പോയാൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര സുരക്ഷാ വീഴ്ച. ഗുഡ്സ് ട്രെയിൻ തെറ്റായ ട്രാക്കിൽ നിർത്തിയിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി. ഡ്യൂട്ടി സമയം കഴിഞ്ഞതോടെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി എന്നാണ് വിവരം. KV ബൈജു ആയിരുന്നു വിവരങ്ങളുമായി. ബൈജു, ഇത് ഗുരുതര വീഴ്ചയാണ്, അതിനപ്പുറത്തേക്ക് ഇത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈ ഒരു ഡ്യൂട്ടി ടൈം കഴിയുക എന്ന് പറഞ്ഞ് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോകുന്ന സാഹചര്യം, ഇത് എന്നിട്ട് എങ്ങനെയാണ് പരിഹരിച്ചത്? എൽദോ, ഈ പ്രശ്നം ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല. ഗുഡ്സ് ട്രെയിൻ 2 മണിക്കൂറിലേറെയായി ഒന്നാം പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയിട്ട ഒരു സാഹചര്യമാണുള്ളത്. ഇതിൽ ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ചയുള്ളതായാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഒന്നാം പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഒന്നാം ട്രാക്ക് ഈ ഷൊർണൂർ ഭാഗത്തേക്കുള്ള പാസഞ്ചർ ട്രെയിനുകൾക്ക് യാത്രക്കാർ കയറാനും ഇറങ്ങാനും സൗകര്യമുള്ള അത്തരത്തിലുള്ള ഒരു ട്രാക്കാണ്. ഇതിൽ ഒരു കാരണവശാലും ഗുഡ്സ് ട്രെയിൻ നിർത്തിവിടുന്ന സാഹചര്യം ഉണ്ടാകാനും പാടില്ല. അത് കാരണം ഈ മംഗളൂരിൽ നിന്നും ഭാഗത്തു നിന്നും വരുന്ന എല്ലാ ട്രെയിനുകളും ഒന്നാം പ്ലാറ്റ്ഫോം വഴിയാണ് കടന്നുപോകുന്നത്. ഇപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. ഏതായാലും രണ്ടാം പ്ലാറ്റ്ഫോമിൽ ആണിപ്പോൾ ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള ട്രെയിനുകളും ഒപ്പം മംഗളൂരു ഭാഗത്തു നിന്നുള്ള ട്രെയിനുകളും ആളുകളെ കയറാനും ഇറങ്ങാനും ഇപ്പോൾ നിർത്തിയിടുന്ന സാഹചര്യമുള്ളത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ലോക്കോ പൈലറ്റ് ഒന്നാം പ്ലാറ്റ്ഫോമിൽ ഗുഡ്സ് ട്രെയിൻ ഇട്ട് ഇയാൾ ഡ്യൂട്ടി സമയം കഴിഞ്ഞ് ഇറങ്ങിപ്പോയി എന്നാണ്. ഇനിയിപ്പോൾ ഈ ട്രെയിൻ ഇവിടുന്ന് മാറ്റണമെങ്കിൽ മംഗളൂരുവിൽ നിന്നും ലോക്കോ പൈലറ്റ് എത്തിയതിനു ശേഷമേ മാറ്റാൻ പറ്റുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത്. ഏതായാലും ഇതിൽ കൂടുതൽ വിവരങ്ങൾ റെയിൽവേ ഇപ്പോൾ പങ്കുവയ്ക്കുന്നില്ല. വലിയൊരു സുരക്ഷാ വീഴ്ച എന്തായാലും ഇതിലുണ്ടായിട്ടുണ്ട്. നേരത്തെയും ഇതേ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ മാവേലി എക്സ്പ്രസ് തെറ്റായ ഒരു ട്രാക്കിലൂടെ, അതായത് മധ്യഭാഗത്തുള്ള പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഭാഗത്തുകൂടി കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വലിയ ഗുരുതര സുരക്ഷാ വീഴ്ചയുണ്ടായിരുന്നു. ഇതിനെതിരെ നടപടിയും റെയിൽവേ എടുത്തിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഗുഡ്സ് ട്രെയിൻ 2 മണിക്കൂറിലേറെയായി ഇപ്പോഴും ഒന്നാം പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുന്നതാണ്. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കാരണവശാലും ഗുഡ്സ് ട്രെയിൻ കടന്നു പോകാറില്ല. മധ്യഭാഗത്ത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഒരു ട്രാക്ക് ഉണ്ട്, ഇതിലൂടെയാണ് ഗുഡ്സ് ട്രെയിൻ പോകേണ്ടത്. ഏതായാലും ഇത് സിഗ്നൽ നൽകുന്നതിലുള്ള വീഴ്ചയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ ഒരു സൂചന. പക്ഷേ ഇതിൽ ഒരു സ്ഥിരീകരണം റെയിൽവേ നൽകിയിട്ടില്ല. 2 മണിക്കൂറിലേറെ ഇപ്പോഴും ഗുഡ്സ് ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽക്കുകയാണ്. തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ഈ ട്രെയിനിലേക്ക് പോകുന്ന യാത്രക്കാരെല്ലാം രണ്ടാം പ്ലാറ്റ്ഫോമിൽ, അതായത് തിരുവനന്തപുരത്ത് നിന്നും ട്രെയിൻ കടന്നു വരുന്ന ആളുകൾ ഇറങ്ങേണ്ട ട്രാക്കിലാണ് ഇപ്പോൾ വരുന്നത്. ഒരേ ട്രാക്കിലൂടെ ട്രെയിൻ മംഗളൂരു ഭാഗത്തേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം ഭാഗത്തേക്കും പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ട്രെയിൻ ഇപ്പോഴും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ തന്നെ ലോക്കോ പൈലറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും മംഗളൂരിൽ നിന്നും പുതിയ ലോക്കോ പൈലറ്റ് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ഒരു മണിക്കൂർ കൂടി ഈ പ്രതിസന്ധി നിലനിൽക്കും. ഏതായാലും എന്താണ് ഈ യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന കാര്യത്തിൽ റെയിൽവേ വിശദീകരണം നൽകുന്നില്ല. അവർ ഈ കാര്യത്തിൽ ഉടൻ ഒരു വിശദീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും ഈ പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട്. ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇപ്പോഴും നിർത്തിയിട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. എൽദോ, ബൈജു, കുറെ കൺഫ്യൂഷൻ ആ കാര്യത്തിൽ. അതായത് ഒന്ന്, സിഗ്നലിംഗ് ലഭിച്ചാലല്ലേ ട്രാക്കിലേക്ക് ട്രെയിനിന്, ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ പോലും കയറാൻ കഴിയൂ. 2, ഒരു ട്രെയിനിന്റെ യാത്ര പൂർത്തിയാകും മുമ്പ് അങ്ങനെ ലോക്കോ പൈലറ്റിന് ഡ്യൂട്ടി കഴിയുക, ഒരു കാഞ്ഞങ്ങാട് പോലൊരു സ്ഥലത്ത് വെച്ച് നിർത്തിപ്പോകുക, അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഉണ്ടോ? അതിലൊരു വ്യക്തതയുണ്ടോ? എല്ലോ, 2 സാധ്യതകളാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഗുഡ്സ് ട്രെയിൻ മധ്യഭാഗത്ത്, അതായത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത മധ്യഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ ലോക്കോ പൈലറ്റിന്റെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നിർത്തിയിടേണ്ടത്. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 ഭാഗത്തും കൂടി പാസഞ്ചർ ട്രെയിനിന് സുഗമമായി കടന്നു പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഈ ഗുഡ്സ് ട്രെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലാണ് ഇത്തരത്തിൽ നിർത്തിയേണ്ടത്, ലോക്കോ പൈലറ്റ് ഡ്യൂട്ടി കഴിയുന്നതും. ഇതിൽ എവിടെയാണ് പിഴവ് പറ്റിയതെന്ന കാര്യത്തിൽ റെയിൽവേ ഭാഗത്ത് തന്നെ വിശദീകരണം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും സിഗ്നൽ നൽകിയതിലുള്ള ഒരു വീഴ്ച ഇതിൽ കാണുന്നുണ്ട്. ഏതായാലും അത് സംബന്ധിച്ച സ്ഥിരീകരണം റെയിൽവേ നൽകും. റെയിൽവേ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ഈ ഇന്റലിജൻസ് വിഭാഗവുമായി റെയിൽവേ ഇന്റലിജൻസ് വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചപ്പോഴാണ് ഇവർ തന്നെ ഈ സംഭവം അറിയുന്നത്. എന്തായാലും 2 മണിക്കൂറിലേറെ ഈ സംഭവം നടന്നിട്ടും റെയിൽവേയുടെ ഉന്നത കേന്ദ്രങ്ങളിൽ ഈ വിവരം എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സൂചിപ്പിച്ചപ്പോഴാണ് ഇത്തരമൊരു സംഭവം നടന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് പോലും. ഇപ്പോൾ യാത്രക്കാരാണ് ഇത്തരത്തിൽ ഒരു ദൃശ്യം എടുത്ത് നമുക്ക് അയച്ചു നൽകിയത്. ഏതായാലും ഇതിൽ അന്വേഷണം ഉണ്ടാകും. ആരുടെ ഭാഗത്താണ് വീഴ്ച എന്ന കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥിരീകരണം ഉണ്ടാവും. എന്തായാലും ഗുരുതരമായ സുരക്ഷാ വീഴ്ച നടന്നിട്ടുണ്ടെന്ന് റെയിൽവേയുടെ ഇന്റലിജൻസ് വിഭാഗം അറിയിക്കുന്നുണ്ട്. അത് എവിടെയാണ് എന്ന കാര്യത്തിൽ റെയിൽവേ ഇപ്പോൾ വിശദീകരണം നൽകുന്നില്ല. അതിന് എന്തായാലും ഇപ്പോൾ അല്പസമയത്തിന് തന്നെ നമുക്ക് വിശദീകരണം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ ഒന്നാം പ്ലാറ്റ്ഫോമിൽ
ഈ ട്രെയിൻ ഇപ്പോഴും നിർത്തിയിട്ടിരിക്കുന്നു. അതായത് മംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പാസഞ്ചർ ട്രെയിനുകൾ പോകുമ്പോൾ യാത്രക്കാർ കയറേണ്ട ട്രാക്കാണിത്. ഒരു കാരണവശാലും ഗുഡ്സ് ട്രെയിൻ ഈ ട്രാക്കിൽ നിർത്തിയിടുന്ന സാഹചര്യമില്ല. മധ്യഭാഗത്തുള്ള, അതായത് പ്ലാറ്റ്ഫോം ഇല്ലാത്ത മധ്യഭാഗത്തുള്ള, കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനുകളും അതുപോലെ തന്നെ ഗുഡ്സ് ട്രെയിനും കടന്നു പോകുന്ന ട്രാക്കിൽ മാത്രമേ ഈ ട്രെയിൻ നിർത്തിയിടാവൂ. അല്ലെങ്കിൽ നീലേശ്വരമാണ് ഇതിന് സൗകര്യമുള്ളത്. നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഗുഡ്സ് ട്രെയിനുകൾ നിർത്തിയിടാറുണ്ട്. ലോക്കോ പൈലറ്റ് ചേഞ്ച് ചെയ്യുന്ന സംഭവമുണ്ട്. പക്ഷേ ഇയാളുടെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ട്രെയിനിന് ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഈ ഒന്നാം പ്ലാറ്റ്ഫോമിൽ തന്നെ നിർത്തിയിരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ലോക്കോ പൈലറ്റ് മംഗളൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഈ ട്രെയിൻ ഇവിടുന്ന് മാറ്റാൻ പറ്റൂ. ഏതായാലും അപകട സാധ്യതയില്ലെങ്കിലും തീർച്ചയായും ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എൽദോ, എന്തായാലും ഗംഭീരമായി. ബൈജു പറഞ്ഞപ്പോഴാണ് അത്തരത്തിലൊരു സാഹചര്യം റെയിൽവേക്ക് ബോധ്യപ്പെട്ടത് എന്നുള്ളത് ഞെട്ടിക്കുന്നത്. എന്താണെങ്കിലും ഈ ട്രെയിനൊക്കെയാണല്ലോ, ഈ പൊക്കിയെടുത്ത് മാറ്റി വെക്കാനും കഴിയില്ല. എന്താണെങ്കിലും ഉടൻ തന്നെ പരിഹരിക്കട്ടെ. അത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്, യാത്രക്കാർ ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെയാണ് ഗുഡ്സ് ട്രെയിൻ ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്നത്. എന്നാലും ലോക്കോ പൈലറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിപ്പോയി എന്നുള്ളത് ഞെട്ടിച്ചു.